നമുക്ക് റോയൽ എൻഫീൽഡിന് കുറേ പാക്കേജ് വന്നിട്ടുണ്ട്. നമ്മുടെ റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350യുടെ ലോഞ്ച് പ്രമാണിച്ച് വന്ന പാക്കേജ് ആട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തുറന്നു നോക്കാം. സോ വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് കൊച്ചിമച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമുക്ക് 3 പാക്കേജ് എന്തോ ഒരു ബാഗ്, ഇത് ഹെൽമെറ്റാ കണ്ടാൽ മനസ്സിലാവും, ഹെൽമെറ്റിൻ്റെ പടമൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ചെറിയ പാക്കേജിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഹെൽമെറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ കാണിച്ചേക്കുന്നത് ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റിൻ്റെയാണ്. പക്ഷേ എൻ്റെ ബലമായ സംശയം എൻ്റെ അതൊരു ഫുൾ ഫേസ് ഹെൽമെറ്റാണെന്നാണ്. കാര്യം ഞാൻ നേരത്തെ തുറന്നു നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹെൽമെറ്റ് ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റാണ് റോയൽ എൻഫീൽഡിൻ്റെ. നിങ്ങൾക്ക് ഫ്രണ്ട് കാണാം. ഫ്രണ്ടിൽ ഫുൾ വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡാണ് ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഡിസൈനാണ്. കാര്യം ആ ഒരു മെക്കാനിസത്തിൻ്റെ പോലത്തെ ആ ഒരു ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ അടിഭാഗത്ത് കാണാൻ ഇവിടെ ഒരു ലെതർ പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തായാലും ഒരു ബ്രൗൺ ലെതർ ആൻഡ് അകത്തെ കുഷനിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് നമുക്ക് ഡബിൾ ഡീറിംഗ് ആണ് സേഫ്റ്റി ലോക്ക് തന്നെ. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ഇതാണ് വൈസറാണ് ഇതിന് കൊടുത്തേക്കണത്. അതിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ സൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ സൈസ് കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് സാധനം. എനിക്ക് കുറച്ച് വലുതാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഹെൽമെറ്റ്. അത് ഞാനിപ്പോൾ ഇടം ശ്രദ്ധിച്ചു. നമ്മുടെ വൈസറിൻ്റെ ലോക്കാണ്. 3 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തുറന്ന് വെച്ചാലും നമ്മുടെ വൈസർ താഴത്തേക്ക് വീഴില്ല, ഒരു കട്ടറൊക്കെ ചാടുമ്പോഴായാലും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വെൻ്റൊക്കെ ഉള്ളതാട്ടോ. ശരിക്കും ഉള്ള എയർ വെൻസാണ്. നമുക്ക് അകത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് എയർ പാസേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം കേട്ടോ. നമ്മൾ ബോക്സിൽ നിന്ന് പൊക്കിയ ആദ്യത്തെ ഹെൽമെറ്റ്. അപ്പോൾ ഇനി അടുത്ത പെട്ടി ഇറക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എടുക്കാം അല്ലേ. ഞാൻ പറഞ്ഞു മീറ്റിയോറിൻ്റെ ലോഞ്ച് പ്രമാണിച്ചാണ് ഇത് അയച്ചേക്കണേ. അപ്പോൾ ആദ്യം തന്നെ മീറ്റിയോർ ദ സ്കെയിൽ മോഡൽ 1:12 സ്കെയിൽ മോഡലാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കണേ. എനിക്ക് തോന്നുന്നു സൂപ്പർ നോവ കേട്ടോ. ഞാനത് കുറച്ചും കൂടെ പുറത്തേക്ക് എടുത്ത് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമ്മുടെ സൺഗ്ലാസസ് 3000 റുപ്പീസിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സൺഗ്ലാസ് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇറ്റ്സ് ഓറഞ്ച്. ഇതാണ് സാധനം. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു റൈഡിങ് ഗ്ലാസസ് ആയിട്ട് ഉപയോഗിക്കാം. കാര്യം ഇത് കുറച്ചും കൂടെ അകത്തേക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ വേണം വെച്ച് കാണിച്ചു തരാം. നീലയല്ല, നമ്മുടെ മെയിൻ സാധനം നീലയാണ്. നീലയല്ല കേട്ടോ. പക്ഷെ അതിന് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ. പിന്നെ ഇതിൻ്റെ മിററിന് ഗ്ലാസിൻ്റെ മേളിലായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഇതിൻ്റെ 3000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത സാധനം ഞാൻ കാണിച്ചത് എന്താണ്. ഇനി നെക്സ്റ്റ് 600 റുപ്പീസ് കോഫി മഗ്, വൈറ്റ് കളർ. ഇവിടെ റോയൽ എൻഫീൽഡിന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മീറ്റിയോർ 350. കൊള്ളാം, നല്ല കളർ. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചൂടാക്കാനൊക്കെ പറ്റുള്ളൂ. തീയിൽ അങ്ങനത്തെ ഒരു മെറ്റീരിയല, പ്ലാസ്റ്റിക്കോ സെറാമിക്കോ ഒന്നുമല്ല, കുറച്ച് മെറ്റൽ ടൈപ്പ് മെറ്റീരിയൽ. കൊള്ളാം, നല്ല പെട്ടെന്ന് സാധനങ്ങളൊക്കെ ചൂടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതിൽ. നെക്സ്റ്റ് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഗ്ലൗസാണ്. ഇത് 3000 റുപ്പീസിൻ്റെ ഗ്ലൗസാണ്. ഇത് സൈസ് M. അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലൊക്കെ ആയാലും അകത്തായാലും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൽ നമുക്കിത് ഫോൺ ടച്ച് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. ആ ഒരു മെറ്റീരിയൽ വേറെ എക്സ്ട്രാ ഒപ്പം കൊടുത്തിട്ടുണ്ട് നമുക്ക് ടച്ച് സെൻസിറ്റീവ് കൂട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് നെറ്റ് നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഗ്ലൗസ്. ഓക്കെ, പെയർ ഓഫ് ഗ്ലൗസ്. പിന്നെ ഫുൾ ലെതർ ബ്ലാക്ക് കളർ ഗ്ലൗസ് ആണ്. പ്രൈസ് ഈസ് 3000 റുപ്പീസ്. നെക്സ്റ്റ് കൈ വന്നത് ടീഷർട്ട്. ഇത് മീറ്റിയോറിൻ്റെ ടീഷർട്ടായിരിക്കും. ഓബിയസ്ലി മീറ്റിയോറിൻ്റെ ടീഷർട്ടാണ്. യെസ്, മീറ്റിയോർ ഒരറ്റത്തൊക്കെ ഇരിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മീറ്റിയോർ ഇരിക്കണ? ഇവിടെ മീറ്റിയോറൊക്കെ സീനറിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീഷർട്ട്. ഇത് ഞാൻ എന്തായാലും ഇട്ടൊന്നും കാണിക്കില്ല. ഇപ്പം നിങ്ങളുടെ മുമ്പ് വെച്ച് എനിക്ക് ഊരാൻ മടിയായിരുന്നു. അപ്പോൾ ഇതാട്ടോ ടീഷർട്ട്. ഇനി ചെറിയ ചെറിയ സാധനങ്ങളാണ്, കഴിഞ്ഞിട്ടില്ല. അഗെയിൻ മീറ്റിയോറിൻ്റെ ലേപ്പിൾ പിൻ, 250 റുപ്പീസിൻ്റെ ലേപ്പിൾ പിൻ. നമ്മൾ ജാക്കറ്റിലൊക്കെ കുത്തൂലേ, അങ്ങനത്തെ ടൈപ്പ് ലേപ്പിൾ പിന്നുണ്ട്. പിന്നെ ഹെഡ് ബാൻഡ് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഒരു 500 റുപ്പീസിൻ്റെ. നമ്മുടെ ഹെഡ് ഗിയർ എന്നാണ് പറയുന്നത് തോന്നുന്നു. യെസ്, ഹെഡ് ഗിയർ. നമ്മൾ ഫുൾ നമ്മൾ ഈ ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ്
ഒരു സാധനം. പിന്നെ സ്റ്റിക്കേഴ്സ് 400 rupees. മീറ്റിയോർ, അവിടെ മീറ്റിയോർ, റോയൽ എൻഫീൽഡ്, മീറ്റിയോർ, റോയൽ എൻഫീൽഡ്, മീറ്റിയോറിൻ്റെ എല്ലാ കളറും ഉണ്ട് ഇതിൻ്റെ അത്. ഇനി ഒരു സാധനം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ദാറ്റ്സ് അവർ ജാക്കറ്റ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ജാക്കറ്റ് ഉണ്ട്. ട്രീറ്റ് വിൻഡ് V2 എന്നാണ് ജാക്കറ്റിൻ്റെ പേര്. അത്യാവശ്യം നല്ല ജാക്കറ്റാണ്. നോക്സിൻ്റെ പാഡിംഗ് ആണ് തന്നെ. അതുകൂടാണ്ട് കോർഡ്യൂറ എന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ കാണാം നമുക്ക് കുറച്ച് ക്യാമോ കൊടുത്തിട്ടുണ്ട്. അതായത് ക്യാമോഫ്ലാഷിൻ്റെ ഒരു ടെക്സ്ചർ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്, സൈഡിലൊക്കെ. അതും അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല മെഷ് ജാക്കറ്റും കൂടിയാണ്. പാഡിംഗ് ഒക്കെ ഷോൾഡറിൽ കറക്റ്റായിട്ട്, ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ ഇതാണ് അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ജാക്കറ്റാണ്. പിന്നെ ഇത് റോയൽ എൻഫീൽഡ് വാങ്ങുന്നവർക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലാന്നേ പറയുള്ളൂ. കാര്യം ഇവിടെ മാത്രമേ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് ഉള്ളൂ, അല്ലാണ്ട് ഫുള്ളായിട്ടൊന്നും ഇല്ല. ആകെ ഫ്രണ്ടിൽ ഈ ഭാഗം മാത്രം റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലോഗോ കൊടുത്തുള്ളൂ. വേറെ എവിടെ റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ലോഗോ, ഒരു റൗണ്ട് ലോഗോ കൂടി കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ജാക്കറ്റാണ്. നമുക്ക് നോക്സിൻ്റെ ലെവൽ 1 ആമേഴ്സ് ആണ് കേട്ടോ ഇതിന് തന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 5250 rupees ആണ് ജാക്കറ്റിൻ്റെ റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സാധനം ഇതിനകത്തുള്ള. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, ഫുള്ളി വാട്ടർ പ്രൂഫ് ബാക്ക് പാക്ക്. ഇതിങ്ങനെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ അങ്ങ് ഇട്ടാണ് സംഭവം സെറ്റായി. പിന്നെ ഒന്നും നോക്കാനില്ല, ഇതെടുത്ത് ഇതിങ്ങനെ ഇടുക. പിന്നെ നമ്മൾ വണ്ടി കയറി ഇങ്ങനെ അങ്ങ് പോവാം. ഇത്രേ ഉള്ളൂ. കുറച്ച് പോക്കറ്റ്സ് കുറച്ച് കൂടുതലാണ്, എനിക്ക് കുറേ സ്പേസും കൂടി ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും യൂസ് ആയിട്ട് തോന്നിയത്. ഈ ബാഗിൻ്റെ വില എന്ന് പറയുമ്പോൾ 4500 rupees ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് 4500 rupees ആണ് ഈ ബാഗിൻ്റെ വില. അപ്പോൾ കഴിഞ്ഞു. ഇനി ഒരു പെട്ടിയും കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അവസാനത്തെ സാധനം ഈസ് അവർ ജാക്കറ്റ്. ഇതിൽ കുറേ കാര്യങ്ങളാണ്, ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പേര് നിർവിക് ജാക്കറ്റ് എന്നാണ്. നിർവിക് ജാക്കറ്റ്. ഇതൊരു ടൂറിങ് ജാക്കറ്റ് ആണോ. നമ്മൾ നോർമൽ നേരത്തെ കണ്ട മെഷ് ജാക്കറ്റ് പോലത്തെ ജാക്കറ്റ് അല്ല, ഒരു ടൂറിങ് ജാക്കറ്റ് എന്ന് പറയും. അപ്പോൾ മെയിൻലി നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് അത്ര ഹെൽപ്ഫുൾ അല്ല. നമ്മൾ സിറ്റിയിലൊന്നും ഓടിക്കാൻ ഉപയോഗിച്ചാൽ കുറച്ച് പാടായിരിക്കും. ലോങ് റൈഡ്സിന് ഏറ്റവും ബെസ്റ്റ് ജാക്കറ്റ്സ് ആണ് ടൂറിങ് ജാക്കറ്റ്സ്. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ടൂറിങ് ജാക്കറ്റാണ് നമുക്കിന്ന് കിട്ടിയേക്കണേ, നമ്മുടെ രണ്ടാമത്തെ ജാക്കറ്റ്. ഇതിൻ്റെ അകത്ത് D3O എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പാഡിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം, ഒരു ഓറഞ്ച് കളർ കണ്ടോ. D3O എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലെവൽ 2 പാഡിംഗ് ആട്ടോ ഫുള്ള്. പിന്നെ ചെസ്റ്റ് പാഡ്സ് ഉണ്ട് ഇതിന്. അതായത് നമ്മുടെ ഫ്രണ്ട് ഈ കാണാണ് ചെസ്റ്റ് പാഡ്, ഈ യെല്ലോ കളർ, ഇതാണ് നമ്മുടെ ചെസ്റ്റ് പാഡ്. ബാക്കിയെല്ലാം D3Oയുടെ ലെവൽ 2 പാഡിങ്. ചെസ്റ്റ് പാഡും ലെവൽ 2 പാഡിംഗ് ആണ്. അത് ബ്രാൻഡ് എനിക്ക് അറിയില്ല കറക്റ്റ് ചെയ്ത് തന്നെയാണ്. പിന്നെ ഇതിനും കോഡ്യൂറ എന്ന് പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ്, അതായത് ഫാബ്രിക് കോഡ്യൂറ എന്ന് പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചേക്കണേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതിട്ടാ എൻ്റെ അപ്പം തന്നെ 10 കിലോ കൂടിയൊരു അവസ്ഥയാണ്. ഇതാണ് ജാക്കറ്റ്. ഇപ്പം എനിക്ക് ഭയങ്കര ലൂസായിട്ടൊക്കെ തോന്നും. നമുക്ക് ഈ സൈഡ് ടൈറ്റ് ചെയ്യാം, ഈ സൈഡ് ടൈറ്റ് ചെയ്യാം, കൈയുടെ ഇവിടെ ടൈറ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ ഓൾറെഡി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ, കൂടിപ്പോയി. ഇത്രയും ടൈറ്റ് ചെയ്താൽ ഇതാണ് ടൂറിങ് ജാക്കറ്റ്. ഇത് നമുക്ക് സിറ്റിയിൽ ഉപയോഗിക്കാൻ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ യൂസ് ചെയ്യണവരുണ്ട് കേട്ടോ. ബിക്കോസ് നമുക്ക് എല്ലാ പർപ്പസിനും വേണ്ടി ഒരു ജാക്കറ്റ് എടുക്കാൻ പറ്റില്ല. കൂടുതൽ ലോങ് റൈഡ്സ് പോകുന്നവർക്ക് ഇതൊരു നല്ലൊരു ജാക്കറ്റ് ആയിരിക്കും. കാര്യം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് മെഷല്ല, ഇതൊരു ഫാബ്രിക് മെറ്റീരിയൽ വെച്ച് ചെയ്തേക്കണം. ഫുൾ മെഷ് ജാക്കറ്റ് ഒന്നും അല്ല. അപ്പോൾ ഇപ്പോൾ ഇട്ടിട്ട് എനിക്ക് അങ്ങനെ ചൂടൊന്നും എടുക്കാനില്ല. പക്ഷെ നമ്മൾ സിറ്റിയിലേക്ക് നമ്മൾ ഭയങ്കര ട്രാഫിക്കിലേക്ക് ഓടിക്കുകയാണെങ്കിൽ പിന്നെ വെന്റിലേഷൻസ് ഉണ്ട് ഇതിന്, ഇഷ്ടം പോലെ ഇതൊക്കെ വെന്റാട്ടോ. ഇതൊക്കെ വെന്റിലേഷൻസ് ആണ്, നമുക്കിത് തുറന്നിടാം. പോക്കറ്റ്സ് ആട്ടോ ഈ കാണുന്നത്. ഇവിടെ പോക്കറ്റ് ഇവിടെ ഉണ്ട്. ഇത് എനിക്കൊന്ന് വാട്ടർ പ്രൂഫ് പോക്കറ്റ്സ് ആണെന്ന് തോന്നുന്നു. അകത്തൊരു നമ്മുടെ ലൈനറിൻ്റെ മെറ്റീരിയലാണ്, ഇതിൻ്റെ ലൈനറിൻ്റെ മെറ്റീരിയലാണ് അകത്ത്. പിന്നെ അതാണ് ഈ ജാക്കറ്റിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറച്ച്. പിന്നെ അത്യാവശ്യം അത്ര ഹെവി അല്ല. സാധാരണ ടൂറിങ് ജാക്കറ്റ്സ് ഒക്കെ ഭയങ്കര ഹെവി ആയിരിക്കും. പിന്നെ ടൂറിങ് ജാക്കറ്റ്സിൻ്റെ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആവും. അപ്പോൾ ഇതിന് റെയിൻ ലൈനർ അകത്തായിരിക്കില്ല, നമ്മൾ പുറത്തു കൂടെ ഇടണമായിരിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിരിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? ദിസ് ഈസ് ദ റെയിൻ ലൈനർ. ഇതിലാണ് ഇരിക്കുന്നത്. ഇതാണ് റെയിൻ ലൈനർ.
ഇത് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇടണമെന്നില്ല. ഇടാത്ത സമയത്ത് നമുക്കിത് ലൈനറായിട്ട് ഉപയോഗിക്കാം. ഇത് റെയിൻ ലൈനറാണ്. ഇതിന് ഇനി ഇതും കൂടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ തെർമൽ ലൈനർ കേട്ടോ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ജാക്കറ്റിൻ്റെ ഒപ്പം ഇടണമെന്നില്ല. ഈ തെർമൽ മാത്രമായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം. കാര്യം ഇതിൻ്റെ ബാക്കിലായാലും അങ്ങനെയാണ്. ഇവിടെ റോയൽ എൻഫീൽഡൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ഇടുമ്പോൾ ഇത് മാത്രം വാങ്ങിയതായിട്ടെന്ന് ആൾക്കാർ വിചാരിച്ചു. കാര്യം അങ്ങനത്തെ ഒരു തെർമൽ ലൈനറായതില്ല. അത്യാവശ്യം നല്ല നമുക്ക് ഇത് മാത്രമാണ് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കാം. എപ്പോഴും ജാക്കറ്റ് തന്നെ ഇടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഡുവൽ പേർപ്പസ് തന്നെ വേണം പറയാം. നമുക്ക് ലൈനറായിട്ട് ജാക്കറ്റിൻ്റെ അകത്തിടാം, ഇത് മാത്രമായിട്ട് വേണം പുറത്തിട്ടുകൊണ്ട് നടക്കാം ജാക്കറ്റ് ഇല്ലാത്ത സമയത്തും. പിന്നെ ഇതിൻ്റെ ബാക്കിലും നമുക്ക് വെന്റിലേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ബാക്കിൽ 2 സിബ് ഉണ്ട്. അതും നമുക്ക് വെന്റിലേഷനാണ്. ബാക്കിലും വെന്റിലേഷൻ. അപ്പോൾ കൂടുതൽ വെന്റിലേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു. പക്ഷേ അകത്ത് അത്യാവശ്യം മെഷാണ്. നമുക്ക് കാണാം, ലൈറ്റ് പാസ് ചെയ്യാനുണ്ട്. നമുക്ക് കാണാം അകത്തൊരു മെഷ് മെറ്റീരിയലാണ്, പുറത്ത് മാത്രം ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കുറച്ചും കൂടെ എക്സ്ട്രാ മെറ്റീരിയൽസ് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എൽബോയുടെ അവിടെ നമുക്ക് എലാസ്റ്റിക്കാണ്. അത് നമുക്ക് വലിഞ്ഞാലും നമുക്ക് ഇറിറ്റേഷൻ വരില്ല വലിയുമ്പോൾ. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുകൂടാണ്ട് അവരുടെ ഇപ്പോൾ സ്റ്റോറുകളിലും എല്ലാ പ്രൊഡക്ട്സും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജാക്കറ്റ്സ്, ഗ്ലൗസ്, എല്ലാ സാധനങ്ങളും അവരുടെ സ്റ്റോറുകളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം വാങ്ങാൻ പറ്റുന്നതായിരിക്കും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് വി ആർ നിയറിംഗ് ടു 100K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സോ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സാധനം മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചിമച്ചാൻ. Jacket. I'll take away, guys. Once again. ചൂടൊക്കെ കുറച്ച് കുറഞ്ഞു, മുടിയൊക്കെ വെട്ടി ചേച്ചി വെട്ടി തന്നങ്ങനെയുണ്ട് ഗൈസ്. കൊള്ളാവോ? ഒരു സമാധാനമുണ്ട് ഇപ്പം.